السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد شفيع المذنبين وعلى آله وصحبه الفائزين، أما بعد، فإن خير الكلام كتاب الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. السابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. ഏറ്റവും ബഹുമാനമുള്ള സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അവരുടെ, മഹാനായ ഉസ്താദ് എം മൊഹീദ്ദീൻ മുസ്ലിയാർ അവരുടെ, മറ്റു മഹാന്മാരായ സാദാത്യങ്ങളെ, മഹാന്മാരായ പണ്ഡിതന്മാരെ, സുന്നത്ത് ജമാഅത്തിൻ്റെ കാരണവന്മാരെ, നേതാക്കളെ, സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട തങ്ങൾ മുഖേന ജില്ലാ SYSൻ്റെ ആദരം ഏറ്റുവാങ്ങിയതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അല്ലാഹു നമുക്ക് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഒത്തൊരുമിച്ച് ദീർഘകാലം ആത്മാർത്ഥമായി സേവനം ചെയ്യാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ സമസ്തയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് കുഞ്ഞാണി മുസ്ലിയാരുടെ നാമധേയത്തിലാണ് ഈ സമ്മേളനം എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അല്ലാഹു അവരുടെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പൂർവികരായ മഹാത്മാക്കളുടെയും ഖബറകം പ്രകാശിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അവർ കാണിച്ച ആ പന്താവിലൂടെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനം ശക്തമാക്കി മുന്നോട്ട് നീങ്ങാൻ അല്ലാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഏറ്റവും പ്രിയമുള്ള സ്നേഹിതന്മാരെ, ധാരാളം വിഷയങ്ങൾ ഇവിടെ നമ്മുടെ പ്രഗത്ഭരായ ഉസ്താദുമാർ, നേതാക്കൾ അവതരിപ്പിക്കാനുണ്ട്. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകൾ നമ്മുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അഹ്ലുസുന്ന അഹ്ലുൽ ജന്ന എന്ന് പറഞ്ഞാൽ അത് സാധാരണഗതിയിൽ മുബ്തദയും ഖബറുമാണ്. അഹ്ലുസുന്നയാണ് അഹ്ലുൽ ജന്ന. പഴയ ഭാഷയിൽ പറഞ്ഞാൽ അഹ്ലുസുന്നയാകുന്നത് അഹ്ലുൽ ജന്ന, സ്വർഗാവകാശികളാണ്. അപ്പോഴേ ആ പഴയ ദർസിൻ്റെ അർത്ഥം വരും. അപ്പോഴേ മുബ്തദ ആക്കിയ ഒക്കെ ആവും. അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന കാര്യത്തിൽ ലോകത്ത് ഇന്ന് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ്. ആ സുന്നത്ത് പരിശുദ്ധ ഖുർആൻ്റെ വ്യാഖ്യാനമാണ്. 23 വർഷക്കാലം അവതരിച്ച
മഹത്തായ ഖുർആൻ്റെ വ്യാഖ്യാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം. ആ ജീവിതം ഉൾക്കൊണ്ടവരാണ് മഹാന്മാരായ സ്വഹാബാക്കൾ. സ്വഹാബാക്കൾക്ക് അവരെ അനുഗമിച്ചവർക്കും സ്വർഗമുണ്ട് എന്ന് അല്ലാഹു തആല ഖുർആനിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയതാണ്. മുഹാജിറുകൾ, അൻസാറുകൾ ആരാണ് എന്ന് ഖുർആനിൽ മറ്റൊരു ഭാഗത്ത് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ലിൽ ഫുഖറാഇൽ മുഹാജിരീന അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വഅംവാലിഹിം യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാന വയൻസുറൂന അല്ലാഹ വറസൂലഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. പിന്നെ അൻസാറുകളെ സംബന്ധിച്ച് വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത്തൻ മിമ്മാ ഊതു വലൗ കാന ബിഹിം ഖസാസ എന്ന് പറഞ്ഞ് മഹാന്മാരായ അൻസാറുകളെക്കുറിച്ചും അല്ലാഹു തആല പറയും. പിന്നെ അവരെ അനുഗമിക്കുന്നവരെക്കുറിച്ച് വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മഹാന്മാരായ സ്വഹാബാക്കൾ, മുഹാജിരീങ്ങൾ, അവർക്ക് വേണ്ടി വീടും സൗകര്യവും ഒരുക്കിയ മഹാന്മാരായ അൻസാറുകൾ, അൽ അൻസാർ സഹായികൾ എന്നാണ് അവരെക്കുറിച്ച് ഖുർആൻ്റെ പ്രഖ്യാപനം. അള്ളാഹു അല്ലാത്ത സഹായികളുണ്ടോ എന്ന ചോദ്യത്തിന് യാതൊരു പ്രസക്തിയും ഇസ്ലാം ദീനിലില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം, ഈ വന്ന മുഹാജിറുകൾക്ക് വേണ്ടി നേരത്തെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയവർ, അവരെക്കുറിച്ച് അൻസാർ. വല്ലദീന തബഉ ബിഇഹ്സാൻ, അവരെ അനുഗമിച്ചവരും. ഈ അവരെ അനുഗമിച്ചവരെ കുറിച്ചാണ് മറ്റേ ആയത്തിൽ പറഞ്ഞത്. വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. ഈ മുഹാജിർ അൻസാറുകൾക്ക് ശേഷം വന്നവർ, അവരുടെ പ്രധാന സംഗതി എന്താണ്? അവരായി മനസ്സിലാക്കാനുള്ള, മുഹാജിറുകളെയും അൻസാറുകളെയും അനുഗമിച്ചു എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കാനുള്ള മാനദണ്ഡം യഖൂലൂന റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അവർ മുൻഗാമികൾക്ക് വേണ്ടി കൂട്ടമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നീ പൊറുക്കണേ തമ്പുരാനെ, വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഞങ്ങൾക്ക് ഈമാൻ കൊണ്ട് മുൻകടന്നവർ, അവരുടെ ഈമാന്റെ തുടർച്ചയാണ് ഞങ്ങൾക്ക് ഈമാൻ. ഞങ്ങളുടെ ഈമാന്റെ റോയൽറ്റി അവർക്കാണ്. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ, ആ വിശ്വാസികളായ മഹാത്മാക്കളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു തെറ്റായ ധാരണയും ഉണ്ടാകരുതേ തമ്പുരാനെ. ഈ പ്രാർത്ഥന ആർക്കാണ് ഈ ലോകത്ത് നിർവഹിക്കാൻ സാധിക്കുക? പൂർവികരായ മഹാത്മാക്കൾക്ക് വേണ്ടി സംഘം ചേർന്ന് കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുക. മാത്രമല്ല അവരിൽ ആരെപ്പറ്റിയും ഒരു തെറ്റായ ധാരണ മനസ്സിൽ വെച്ചു പുലർത്താതിരിക്കുക. ഇതിനാർക്ക് സാധിക്കും? മുൻഗാമികളെല്ലാം പിഴച്ചുപോയി എന്നാണല്ലോ പലരും പറഞ്ഞത്. 100-ലേറെ മസ്അലകളിൽ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു അവர்கள் പിഴച്ചുപോയി എന്ന് ഇബ്നു തൈമിയ അടക്കമുള്ള, ഇബ്നു അബ്ദുൽ വഹാബ് അടക്കമുള്ള ആളുകൾ, സുന്നത്ത് ജമാഅത്തിന്റെ ശത്രുക്കൾ പറഞ്ഞതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ ഇബ്നു അൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു ഇബ്നു തൈമിയ ളാലും മുളിലുൻ ഖദലഹുല്ലാഹ് ആമലഹുല്ലാഹു ബി അദ്ലിഹി എന്നാ പറഞ്ഞു. വലിയ പണ്ഡിതനായിരുന്നു, പക്ഷെ വലിയ പാണ്ഡിത്യം കൊണ്ട് കാര്യമില്ല. വലിയ പാണ്ഡിത്യം കൊണ്ടോ ബുദ്ധി കൊണ്ടോ യാതൊരു കാര്യവുമില്ല. അതിന് വേണ്ടേ സംഘടനാപരമായി സുന്നത്ത് ജമാഅത്തിന്റെ ആ രംഗത്ത് ശരിയായ അച്ചടക്കം വേണം.
അത് ഇബ്നു തൈമിയ്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായില്ല. അവർ കഴിഞ്ഞു പോയവരെല്ലാം അദ്ദേഹം വിമർശിച്ചു. അതാണ് ളാല്ലും മുളില്ലുൻ, അദ്ദേഹം പിഴച്ചിരിക്കുന്നു, പിഴപ്പിക്കുന്നവനാണ്. ആമലഹുല്ലാഹു ബിഅദ്ലി, അള്ളാഹു തൻ്റെ നീതി എങ്ങനെയോ അതുപോലെ അദ്ദേഹവുമായി ബന്ധപ്പെടട്ടെ, പ്രവർത്തിക്കട്ടെ. ഈ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, അത് വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. ഇതിൻ്റെ പ്രധാന കാരണം പൂർവീകരെ സംബന്ധിച്ച് നല്ല അഭിപ്രായമല്ല. സഹോദരന്മാരെ, ഖുർആന്റെ അഹ്ലുകാർ, സ്വർഗത്തിൻ്റെ അഹ്ലുകാർ, അവർ മഹാന്മാരായ സഹാബാക്കളെ അനുഗമിക്കുന്നവരാണ്. മുഹാജിരീങ്ങളെയും അൻസാരികളെയും അനുകരിക്കുന്നവരാണ് എന്ന് പറഞ്ഞപ്പോൾ എന്താണ് പ്രധാനമായി അവരെ അനുകരിക്കാനുള്ളത്? സുന്നത്ത് ജമാഅത്തിന് ശത്രുക്കൾ പറയും സുന്നികൾ സഹാബാക്കൾ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ മുഹാജിറിനെ അംഗീകരിക്കുന്നില്ല, അൻസാറിനെ അംഗീകരിക്കുന്നില്ല എന്ന്. എന്നാൽ ആരാണ് അംഗീകരിക്കുന്നത്? അംഗീകരിക്കുന്നവർക്കാണ് സ്വർഗം. വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻ വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹാൽ അൻഹാർ എന്ന് പറഞ്ഞല്ലോ. അവരെ അനുഗമിക്കുന്നവർക്കാണ് സ്വർഗം എന്ന് പറഞ്ഞു. അവരുടെ ആശയം ആര് ഉൾക്കൊള്ളുന്നു അവർക്കാണ് സ്വർഗം. അവർ ചെയ്ത പോലെ ആര് ചെയ്യുന്നു അവർക്കാണ് സ്വർഗം എന്നല്ലേ അതിൻ്റെ അർത്ഥം. ഇന്ന് സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകളും അല്ലാത്തവരും തമ്മിലുള്ള പ്രധാനപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അതിൽ സുന്നത്ത് ജമാഅത്തുകാർ സഹാബാക്കളുടെ കൂടെ തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പ്രധാനമായിട്ടുള്ള തൗഹീദിൻ്റെ കാര്യമല്ലേ, കൂടുതൽ പറയാൻ സമയമില്ല. പ്രധാനമായിട്ടുള്ളത് തൗഹീദിൻ്റെ കാര്യമല്ലേ. തൗഹീദിനെതിരാണ് തവസ്സുൽ ഇസ്തിഗാസ എന്നാണല്ലോ സുന്നത്ത് ജമാഅത്തിന്റെ ശത്രുക്കൾ പറയുന്നത്. എന്നാൽ സഹാബാക്കൾ ആ വിഷയത്തിൽ ഏത് നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അത് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. തവസ്സുൽ ഇസ്തിഗാസ പാടില്ല, ശിർക്കാണ് എന്ന് അവരാരും പറഞ്ഞിട്ടില്ല. എന്നാൽ അത് മാത്രമല്ല, അവർ തവസ്സുലും ഇസ്തിഗാസയും ചെയ്തിരുന്നു. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു തൻ്റെ അൽ അദബുൽ മുഫ്രദ് എന്ന ഗ്രന്ഥത്തിൽ മുത്തബി സുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സംഭവം പറയുന്നു. സഹീഹുൽ ബുഖാരി എങ്ങനെ ഹദീസിൻ്റെ പരമ്പര ഉദ്ധരിക്കുന്നു അതേ മഹത്വത്തോടു കൂടെ തന്നെയാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. അതിൽ കാണാം, ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ അരികിൽ തൻ്റെ സ്നേഹിതൻ അബ്ദുറഹ്മാൻ ഉസൈദാൻ തോന്നുന്നു അദ്ദേഹമുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കൈകാലുകൾ നന്നായിട്ട് മരവിച്ചു പോയി. പെട്ടെന്ന് വാദം പിടിപെട്ടാൽ അങ്ങനെയാണല്ലോ, അതുവരെ ഇല്ലാത്തൊരനുഭവം. കൈകാലുകൾ ചലിപ്പിക്കാൻ കഴിയുന്നില്ല, വല്ലാത്ത പ്രയാസം, വേദന. ആ സമയത്ത് കൂടെയുള്ള സ്നേഹിതൻ പറഞ്ഞു, ഉസ്കുർ അഹബ്ബന്നാസി ഇലൈക, താങ്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാരോ അദ്ദേഹത്തിൻ്റെ നാമം പറയുക, അദ്ദേഹത്തെ അനുസ്മരിക്കുക. അപ്പോൾ മുത്തബി സുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു തആല എന്തു ചെയ്തു? മുത്തബി സുന്ന എന്ന് പറഞ്ഞാൽ തന്നെ മറ്റു സഹാബാക്കളെക്കാളെല്ലാം സുന്നത്ത് വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുന്ന ആൾ. മറ്റുള്ളവർ അവർക്ക് ചില സന്ദർഭങ്ങളിൽ ഉപേക്ഷിക്കും, അതുപോലും അദ്ദേഹം വളരെ കൃത്യമായി പാലിക്കും ചെയ്യും. നബി യാത്ര ചെയ്യുമ്പോൾ യാത്രയുടെ ആവശ്യത്തിനായി ചിലപ്പോൾ ഭക്ഷിക്കാനിറങ്ങും, മലമൂത്ര വിസർജനത്തിനിറങ്ങും, ഒക്കെ ചെയ്യല്ലോ. അതിൽ വേറെ ദൈവികമായ പ്രത്യേക കൽപ്പനയൊന്നും ഉണ്ടാകില്ല, നിശ്ചിത സ്ഥലത്ത് അത് ചെയ്യുന്നത്. പക്ഷേ ആ പോയിന്റിൽ തന്നെ ഒട്ടകത്തെ നിർത്തും. റസൂല എവിടെന്ന് ഏത് നീർച്ചോലയിൽ നിന്ന് വെള്ളം കുടിച്ചോ അവിടുന്ന് കുടിക്കും, എവിടെ വിശ്രമിച്ചോ അവിടെ വിശ്രമിക്കും. ഇങ്ങനെയെല്ലാം സൂക്ഷിക്കുന്ന ആളാണ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല. മുത്തബി സുന്ന എന്ന പേര് ഇതുകൊണ്ടാണ് ലഭിച്ചത്. അപ്പോൾ ഈ സ്നേഹിതൻ ഉസ്കുർ അഹബ്ബന്നാസി ഇലൈക, ജനങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളയാളെ വിളിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉടനെ വിളിക്കുന്നത് യാ മുഹമ്മദ് സല്ലല്ലാഹു.
ഉടനെ അദ്ദേഹത്തിൻ്റെ ആ മരവിപ്പ് ശാന്തമായി, ശരീരത്തിന് പൂർവ്വ ആരോഗ്യം തിരിച്ചു കിട്ടി. പൂർവോപരി അദ്ദേഹം സന്തോഷവാനായി. യാ മുഹമ്മദ് എന്ന് വിളി. ഇത് സഹാബാക്കളുടെ സംഭവമല്ലേ? ഈ സംഭവം റിപ്പോർട്ട് ചെയ്തപ്പോൾ, ഈ സംഭവം പുറത്തറിഞ്ഞപ്പോൾ അത് ശരിയായില്ല എന്ന് ഏതെങ്കിലും സഹാബി പറഞ്ഞോ? താബി പറഞ്ഞോ? താബിയും പറഞ്ഞോ? അതുപോലെ എത്രയെത്ര സംഭവങ്ങൾ. ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അന്ധനായ ഒരാൾ നബിയെ സമീപിച്ചു. നബിയെ, എനിക്ക് കണ്ണിൻ്റെ കാഴ്ചയില്ല, അവിടെ നിന്ന് എനിക്ക് വേണ്ടി ദ്വാരക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിക്കുകയാണ് ഒരു പ്രത്യേക പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നി അതവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മ യാ മുഹമ്മദ് ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി ലിയഖ്ലിയ ഹാജതി. താങ്കൾ വുളു ചെയ്ത്, നന്നായി വുളു ചെയ്ത്, സുന്നത്തായ കാര്യങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ട് വുളു ചെയ്ത് ഈ പ്രാർത്ഥന നിർവഹിക്കുക. പടച്ചവനെ, റഹ്മത്തിന്റെ നബിയായ മുഹമ്മദ് നബിയെ കൊണ്ട് ഞാൻ നിന്നിലേക്ക് തവസ്സുലാകുന്നു. നബി മുഖേന ഞാൻ നിന്നിലേക്ക് എൻ്റെ കാര്യങ്ങൾ പറയുന്നു. എന്നിട്ട് അതിൽ പറയുന്നു യാ മുഹമ്മദ്, നബിയെ എന്ന് റസൂലുള്ളാഹിയെ പ്രത്യേകം വിളിക്കുന്നു. അവിടെ തവസ്സുലും അവിടെ ഇസ്തിഗാസയും ഈ പ്രാർത്ഥനയിൽ നബി ഉൾക്കൊള്ളിക്കുന്നു. മുസ്ലിം ലോകം ഇന്നും ആ പ്രാർത്ഥന ഉൾക്കൊള്ളുന്നു. സർവ തവസ്സുലുമായി ബന്ധപ്പെട്ട സർവ ഹദീസുകളും അത് ലൈഫാണെന്ന് പറയുന്ന സാക്ഷാൽ സഹബി പോലും ഈ ഹദീസ് സാധുവാണ്, ഇത് അംഗീകൃതമാണ്, ഇത് പ്രബലമാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അബൂദാവൂദ്, അതുപോലെ നസായി, തുർമുദി തുടങ്ങിയ അനവധി നിരവധി ഹദീസ് പണ്ഡിതന്മാർ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സഹാബാക്കൾ ചെയ്തത്, സഹാബാക്കൾക്ക് നബി പഠിപ്പിച്ചത് ഇതെല്ലാം തവസ്സുലും ഇസ്തിഗാസയുമാണ്. പിന്നെ നമുക്കറിയാം, മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവും മറ്റും മദീന പള്ളിയുടെ ഭാഗത്തിരിക്കുമ്പോൾ ഒരു അയറാബി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളക്കരികിൽ വന്നുകൊണ്ട് നബിയോട് പാപമോചനത്തിന് ആവശ്യപ്പെട്ടു. യാ ഖൈറ മൻ ദുഫിന ബിൽ ഖായി വഅലമഹു ഫതാബ മിൻ തിബിഹിൽ ഖിയാൻ വല്ലകമു നഫ്സിൽ ഫിദാഉ ലി ഖബരിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു ഫീഹിൽ ജൂദു വൽ കറമു എന്ന് അദ്ദേഹം പറയുന്നു, പാടുന്നു. അവിടെ നിന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ റൗളക്ക് ഞാൻ എന്നെ ദാനം ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. റസൂലുള്ളാഹിയെ വിളിച്ചുകൊണ്ട് തവസ്സുലാക്കുന്നു, റസൂലുള്ളാഹിയെ നേരിട്ട് വിളിക്കുന്നു. അദ്ദേഹം പോയി. പിന്നീട് അലി റളിയല്ലാഹു തആല അൻഹുവിന് സന്ദേശം ലഭിക്കുന്നു, സ്വപ്നത്തിലൂടെ സന്ദേശം ലഭിക്കുന്നു. ആ അറാബിയോട് പറയുക അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന്. മഹാന്മാരായ വ്യാഖ്യാതാക്കളെല്ലാം ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന ആയത്തിന്റെ വ്യാഖ്യാനം പരിശോധിച്ചാൽ അവിടെ ഇബ്നു കസീർ റളിയല്ലാഹു തആല അൻഹും അതുപോലെ മഹാന്മാരായ പണ്ഡിതന്മാരുമെല്ലാം ഇതും ഇതടക്കമുള്ള സംഭവങ്ങളും രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും. ജനങ്ങൾ അവരുടെ ശരീരങ്ങളെ ആക്രമിച്ചാൽ, എന്നിട്ട് നബിയെ തങ്ങളെ സമീപിച്ചാൽ, തങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുന്നു, അല്ലാഹുവോട് അവരും പൊറുക്കലിനെ ചോദിക്കുന്നു എന്ന് വെച്ചാൽ ആ ഫയലിൽ അവർ അപേക്ഷ കൊടുക്കണമല്ലോ, പ്രവാചകൻ റെക്കമെൻഡും ചെയ്യണം. എന്നാൽ അല്ലാഹു പാപമെല്ലാം പൊറുക്കുന്നവനായവർക്ക് എത്തിക്കാൻ സാധിക്കും. ഇവിടെ വേണ്ടാത്ത ചില വ്യാഖ്യാനങ്ങൾ സുന്നത്ത് ജമാഅത്തിലെ ശത്രുക്കൾ നടത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. വലുവണ്ണവും ഇല്ലലവും പുസ്തകവും അതിനെക്കുറിച്ച് അവർ പറഞ്ഞത്
ജനങ്ങൾ തമ്മിൽ നബിയുമായി സംസാരിച്ചു വല്ല വിഷവും ഉണ്ടായാൽ അക്കാര്യം നബിയോട് പറഞ്ഞ് നബിയെ സന്തോഷിപ്പിക്കുക, നബിയോട് അത് നബിയെ അത് വിട്ടുവീഴ്ച ചെയ്യണമെന്ന് പറയുക എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ജാവുക്ക എന്ന് പറഞ്ഞാൽ അത് നബിയുടെ ജീവിതകാലത്തേക്ക് ബാധകമാവുള്ളൂ. നബിയെ സമീപിക്കുക എന്നാൽ നബിയുടെ ജീവിതകാലത്തേക്ക് ബാധകമാവുള്ളൂ, വഫാത്തിന് ശേഷം ബാധകമാവൂല. സുന്നത്ത് ജമാഅത്തിന്റെ ശത്രുക്കൾ പറഞ്ഞതാണ്. പക്ഷേ ഇന്ന് അവരവിടെയൊന്നും നിൽക്കുന്നില്ല. സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ അവർ എന്ത് ചെയ്യണമെന്ന് അവർക്കറിഞ്ഞുകൂടാ. കയറുപൊട്ടിയ പട്ടം പോലെ അവർ അന്തരീക്ഷത്തിൽ ഇങ്ങനെ വിഹരിക്കുകയാണ്. ജനങ്ങൾ തമ്മിൽ നബിയുമായി വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടായവൻ നബിയെ സമീപിക്കണമെന്നാണ് പറഞ്ഞതെങ്കിൽ അതല്ല ഇവിടെ പറഞ്ഞത്. വലു അന്നഹും ഇല്ലലമു അംഫുസവും, ജനങ്ങൾ അവരുടെ ശരീരത്തെ ആക്രമിച്ചു എന്ന് വെച്ചാൽ അവർക്ക് എന്തോ പ്രശ്നങ്ങൾ സംഭവിച്ചു, അവരുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു. അതാണ് ഇല്ലലമു അംഫുസവും. നബിയെ ആക്രമിച്ചതല്ല, നബിയോട് തെറ്റായി പ്രവർത്തിച്ചതല്ല. ഇല്ലലമു അംഫുസവും. പിന്നെ എങ്ങനെ അവർ ഈ പറഞ്ഞ വ്യാഖ്യാനം നടക്കും? മാത്രമല്ല ജാവുക്ക എന്ന് പറഞ്ഞാൽ ശാരീരികമായി അടുക്കുമ്പോൾ മാത്രമേ ജാ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് ആര് പറഞ്ഞു? ഏത് ഡിക്ഷണറിയിൽ പറഞ്ഞു? ഒരു ഹംക്കും അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നിട്ടല്ലേ ഇബ്രാഹിം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞതാണ്. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ സംഭവം പറഞ്ഞ ശേഷം അള്ളാഹു പറയുന്നു വഇന്ന മിൻ ശിയഅതിഹി ലഇബ്രാഹിം. ആ നൂഹ് നബിയുടെ പാരമ്പര്യത്തിൽ തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വന്നിട്ടുള്ളത്. റബ്ബഹു ബിഖൽബിൻ സലീം. പരിശുദ്ധമായ ഹൃദയത്തോടു കൂടെ അദ്ദേഹം തൻ്റെ റബ്ബിനെ സമീപിച്ചു. എവിടെ പോയിട്ടാണ് റബ്ബിനെ കണ്ടത്? അപ്പൊ ജാ എന്ന് പറഞ്ഞാൽ ആത്മീയമായ സാമീപ്യത്തിനും അതുപോലെ ശാരീരികമായ സാമീപ്യത്തിനും എല്ലാം പറ്റുന്ന പ്രയോഗമാണ്. ഇതാണ് വലു അന്നഹും ഇല്ലലമു അൻഫുസഹും ജാവുക എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. മഹാനായ ഇബ്നു കസീറിന്റെ അൽ ബിദായത്തു വന്നിഹായ എന്ന ലോക പ്രശസ്തമായ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ചരിത്ര ഗ്രന്ഥം പരിശോധിച്ചാൽ മനസ്സിലാക്കാം. അദ്ദേഹത്തിൻ്റെ ഖുർആൻ വ്യാഖ്യാനം പരിശോധിച്ചാലും ഒക്കെ മനസ്സിലാക്കാം. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് സഹാബിമാരിൽ ചിലർ റസൂലുള്ളാഹിൻ്റെ ഖബറിനരികിൽ റൗളക്കരികിൽ വന്ന് ഇസ്തസ്ഖലി ഉമ്മത്തിക യാ റസൂലല്ലാഹ് എന്ന് നബിയോട് വെള്ളത്തിന് അപേക്ഷിക്കുകയും ആ വിവരം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലെത്തി അദ്ദേഹം അത് അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളത് ബിസ്നാദിൻ സഹീഹ് സാധുവായ പരമ്പരയിലൂടെ എന്ന് ഇബ്നു കസീർ അൽ ബിദായത്തു വന്നിഹായിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി ബുഖാരിയുടെ വ്യാഖ്യാനമാവുന്ന ഫത്ഹുൽ ബാരിയിലും അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ സഹാബാക്കൾ അംഗീകരിച്ചതാണ് തവസ്സുൽ ഇസ്തിഗാസ. നമുക്കറിയാമല്ലോ, അല്ലാഹുമ്മ ഇന്നാ നതവസ്സലു ഇലൈക ബി അമ്മി നബിക. പടച്ചവനെ, നബിയുടെ കാലത്ത് നബിയെ കൊണ്ട് ഞങ്ങൾ തവസ്സുലാക്കിയിരുന്നു. നബി അത് എതിർത്തിട്ടില്ല, അത് പാടില്ലെന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് നിന്റെ പ്രവാചകനായ റസൂലുള്ളാഹിയുടെ പിതൃവ്യനെ കൊണ്ട് ഞങ്ങൾ തവസ്സുലാക്കുന്നു. ഞങ്ങൾ തവസ്സുലാക്കുന്ന ഞങ്ങൾ തവസ്സുലാക്കുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മാത്രം പരിപാടിയല്ല. ഇതെല്ലാം വളരെ വ്യക്തമായി മഹാന്മാരായ പണ്ഡിതന്മാർ ഹദീസിൻ്റെ വ്യാഖ്യാനങ്ങളിൽ, ഖുർആന്റെ വ്യാഖ്യാനങ്ങളിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോ സഹാബാക്കൾ അംഗീകരിക്കുന്നവർ ആരാണ്? മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമികളാണോ? അതല്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നല്ലവരായ പ്രവർത്തകരാണോ ഈ തവസ്സുലും ഇസ്തിഗാസയും അംഗീകരിക്കുന്നത്? ഏതെങ്കിലും ഒരു സഹാബി അല്ലെങ്കിൽ താബി തവസ്സുൽ ഇസ്തിഗാസ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇബ്നു തൈമിയ്യയ്ക്ക് ശേഷം മാത്രമല്ലേ ആ വിഷയം തന്നെ ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് സ്നേഹിതന്മാരെ, വല്ലദീന തബഉ ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻ, അവരെ അനുഗമിച്ചവരെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവെ അവർ ഇങ്ങോട്ടും തൃപ്തിപ്പെട്ടിരിക്കുന്നു. വഅഅദ്ദലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അന്നാർ, അതോ ഭാഗത്ത് അരുവികൾ ഒഴുകുന്ന സ്വർഗം അവർക്ക് അള്ളാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ദാലിക്കൽ ഫൗദുൽ അലീം, അത് മഹത്തായ വിജയമാണ് എന്ന് പറഞ്ഞെങ്കിൽ
തീർച്ചയായും ആത്മാർത്ഥതയുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർക്ക് മാത്രമാണ് സ്വർഗം അർഹിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരൊറ്റ ഉദാഹരണം തൗഹീദ് വളരെ പ്രധാനപ്പെട്ടതല്ലേ. മുജാഹിദ് ജമാഅത്തുകൾ എത്രയോ വർഷങ്ങളായി ഇവിടെ. 921 മുജാഹിദ്, 946 അതിൽ നിന്ന് തന്നെ ജമാഅത്തെ ഇസ്ലാമി ഒക്കെ ഉണ്ടായെങ്കിൽ അവരന്ന് മുതൽക്ക് പറഞ്ഞ് തവസ്സുൽ ഇസ്തിഗ്ഹാസർക്കാണെന്നല്ലേ. ജിന്ന് ശൈത്താന്റെ കാര്യം പറയണ്ട, എന്തിനാ അവരത് പറയണത്? അവരെന്നെ അതല്ലേ, പിന്നെന്താ? സഹോദരന്മാരെ നാം മനസ്സിലാക്കണം. അതുപോലെ ആചാരപരമായ കാര്യങ്ങളൊക്കെ നാം പരിശോധിച്ചാൽ തീർത്തും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ സഹാബാക്കളുടെ കൂടെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല, യാതൊരു തർക്കവുമില്ല. ബറാഅ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാൻ ഒരൊറ്റ ഉദാഹരണമേ പറയുന്നുള്ളൂ ആചാരകാര്യങ്ങൾ. ബറാഅ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കുന്നാ ഇദാ സല്ലൈനാ ഖൽഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബനാ നകൂന യമീനിഹി യുഖ്ബിലു അലൈനാ ബിവജ്ഹിഹി. പ്രബലമായ ഹദീസിലാണ് ഇതുള്ളത്. ബറാഅ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കുന്നാ ഇദാ സല്ലൈനാ ഖൽഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ പിന്നിൽ നമസ്കരിക്കുകയാണെങ്കിൽ, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ സഹാബാക്കൾ, കുന്നാ ഇദാ സല്ലൈനാ ഖൽഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബനാ അൻ നകൂന യമീനിഹി, നമസ്കാരത്തിന്റെ സഫിൽ റസൂലുള്ളാഹിന്റെ വലതുഭാഗത്ത് നിൽക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു. എന്തിന്? യുഖ്ബിലു അലൈനാ ബിവജ്ഹിഹി, റസൂലുള്ളാഹി സലാം വീട്ടിയാൽ അവിടുത്തെ മുഖം കൊണ്ട് വലതുഭാഗത്തിരിക്കുന്ന ഞങ്ങളിലേക്കാണ് തിരിയുക. അപ്പോൾ ആ മുഖം കണ്ട് ആസ്വദിക്കാൻ റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് നോക്കൽ സുന്നത്താൻ, കഅബയെ നോക്കൽ സുന്നത്താൻ, മാതാപിതാക്കളെ നോക്കൽ സുന്നത്താൻ, സ്നേഹത്തോടുകൂടെ. യുഖ്ബിലു അലൈനാ ബിവജ്ഹിഹി, നബി അവിടുത്തെ ആ പൂമുഖം കൊണ്ട് ഞങ്ങളിലേക്ക് തിരിയും, അതുകൊണ്ട് ഞങ്ങൾ വലതുഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഈ തിരിഞ്ഞിരുത്തത്തെ സംബന്ധിച്ച് മുജാഹിദുകളും മറ്റും പറഞ്ഞത് എന്താണ്? അവർ വളരെ വഷളായിട്ടാണ് സംസാരിച്ചത്. നിസ്കാരം കഴിഞ്ഞാൽ ഇമാം വടക്കൻ നോക്കിയുടെ സൂചി തിരിയുന്നത് പോലെ വടക്കോട്ട് തിരിയും. ചിലപ്പോൾ ആ പള്ളിയുടെ കക്കൂസും മൂത്രപ്പുരയും ഒക്കെ ആ വടക്ക് ഭാഗത്തായിരിക്കും. കിബിലയിലേക്കുള്ള തിരിച്ചിൽ പിന്നെ ഇയാള് ആ കക്കൂസിലേക്കും മൂത്രപ്പുരയിലേക്കുമാണ് തിരിയുന്നത്. പിന്നെ അവിടെ കൂട്ടപ്രാർത്ഥന എന്ന് പറയുന്ന ഒരു സാധനം, അത് ഇസ്ലാമത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ യാതൊന്നുമില്ല. ഇബ്നുൽ ഖയ്യിം അൽ ഹദിയുൻ നബവി എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത് അതാണ് ഇവരുടെ മാനദണ്ഡം. ഇവർ പറയല്ലേ ഞങ്ങൾ മുജ്തഹിദുകളാണ്, ഇവർ ഒലക്കേണ്, മുജ്തഹിദായിട്ടാണ് നടക്കുന്നത്. പക്ഷേ അവർക്ക് ഒന്നുകിൽ ഇബ്നു അബ്ദുൽ വഹാബ് പറഞ്ഞത്, അല്ലെങ്കിൽ ഇബ്നുൽ ഖയ്യിം പറഞ്ഞത്. നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനയുടെ കാര്യത്തിൽ, കൂട്ടപ്രാർത്ഥനയുടെ കാര്യത്തിൽ ഇബ്നുൽ ഖയ്യിം ഹദിയുൽ നബവിയിൽ പറഞ്ഞതാണ് അവർ മാനദണ്ഡമാക്കിയത്. എന്നാൽ അതാണോ? സംഗതി വരുമ്പോൾ അതല്ല. ഇബ്നുൽ ഖയ്യിം പറഞ്ഞത് നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ടുള്ള ആ ഇരുത്തത്തിൽ പ്രത്യേക പ്രാർത്ഥന നടത്തുക, അതാണ് പറഞ്ഞത്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു ഇത് ഈ ഹദീൽ നബവിയിൽ പറഞ്ഞത് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ഇത് വെച്ചുകൊണ്ട് ചില ആളുകൾ നമസ്കാരത്തിന് ശേഷം ദിക്ർ ദുആ പാടില്ല എന്ന് പറയുന്നത് അന്ധമായ വിവരക്കേടാണ്. ഇബ്നുൽ ഖയ്യിം തന്നെ പറഞ്ഞ നമസ്കാരം കഴിഞ്ഞ അതേ ഇരുത്തത്തിൽ ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കാരം കഴിഞ്ഞ ഉടനെ പ്രാർത്ഥിക്കുന്നത് സംബന്ധിച്ചാണ്. പക്ഷെ ഇവര് കാര്യത്തിന് ശേഷമുള്ള ദിക്ർ ദുആ എല്ലാം ഉൾക്കൊള്ളുന്ന ആ പരിപാടി പാടെ അവർ വിരോധിച്ചിരിക്കുന്നു. ഇത് അവർക്കറിയാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ വാശിയാൻ. എന്നാലോ നിസ്കാരം കഴിഞ്ഞിട്ട് ഉടനെ പ്രാർത്ഥിക്കലോ അതും തെറ്റല്ല. അത് ഇയാൾ പറഞ്ഞെങ്കിൽ അതും തെറ്റല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കാരം കഴിഞ്ഞ ഉടനെ റബ്ബനാ വ റബ്ബ കുല്ലി ശൈ, പടച്ചവനെ ഞങ്ങളുടെ രക്ഷിതാവേ, എല്ലാ വസ്തുവിൻ്റെയും രക്ഷിതാവേ എന്ന് ബഹുവചനത്തോടു കൂടെ മറ്റുള്ളവർക്ക് വേണ്ടി കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി പ്രാർത്ഥിക്കാറുണ്ട്.
എന്നും മറ്റും. പിന്നെ ആമീനും പറയാറുണ്ട്. അക്സിറൂ മിൻ ഖൗലി ആമീൻ, നിങ്ങൾ ആമീൻ 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 ആദ്യം ഒന്ന് പറഞ്ഞത് മാത്രം കാര്യാക്കണ്ട, ഓരോന്നിനും ആമീൻ 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 പറഞ്ഞോളൂ എന്നതിനുള്ള ഹദീസും ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ 14-ാം വാള്യത്തിൽ പറഞ്ഞതായി, അതായത് നമസ്കാരത്തിന് ശേഷമുള്ള ദുആ ആമീൻ പറയാ എന്നുള്ള അധ്യായങ്ങളിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നബിയുടെ ചര്യ ആ വടക്കോട് തിരിഞ്ഞിരിക്കലാണ്. പിന്നെ ആ സമയത്ത് ഇരിക്കണമെന്ന് ഖുർആൻ തന്നെ പറയുന്നു, ഒന്നിച്ചിരിക്കണം. സൂറത്തുൽ കഹ്ഫിൽ കാണാം, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി യുരീദൂന വജ്ഹഹു വലാ തഅദു ഐനാക അൻഹും തുരീദു ദീനത്തൽ ഹയാത്തി ദുനിയ വലാ തുതിഉ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുർതാ വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി. രാവിലെയും വൈകുന്നേരം ആ പ്രയോഗം നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളമാണ് ഖുർആനിൽ അധികമായിട്ടുള്ളത്. രാവിലെയും വൈകുന്നേരം ആ ഇരിക്കുന്നവരുടെ കൂടെ തങ്ങൾ ക്ഷമിച്ചിരിക്കണം. തങ്ങൾക്ക് ധൃതി ഉണ്ടായിരിക്കും, അവർക്ക് വലിയ ധൃതിയൊന്നും ഉണ്ടാകില്ല, പക്ഷേ അവരുടെ കൂടെ തിരിച്ചിരിക്കണം, തങ്ങൾ ഇരിക്കണം. ആ പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ ഇരിക്കണം. അവർ ആമീൻ ആമീനാണ് പറയുന്നത് റസൂലുള്ളാഹി വാർത്തകൾക്ക്, അവരുടെ കൂടെ ഇരിക്കണം. നിങ്ങൾ ആമീൻ പറഞ്ഞോളൂ, ഞാൻ പോകാം എന്ന് പറഞ്ഞ് പറയാൻ പാടില്ല. ഇനി നബിയെ ഇരുത്തി അവരും പോകാൻ പാടില്ല. അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായാൽ സമ്മതം ചോദിച്ചു പോകാം. റസൂലുള്ളാഹിന്റെ കൂടെ കൂട്ടായ്മയിലുള്ള ഒരു സംഗതിയിൽ സമ്മതമില്ലാതെ പോകാൻ പാടില്ല. ഇതാണ് ഹദീസുകളിൽ കാണുന്നത്. ഇമാം എഴുന്നേൽക്കാതെ മൗമൂമിങ്ങൾ എഴുന്നേൽക്കാറില്ല. ഫൈദാ ഖളൈതുമുസ് സ്വലാത്ത ഫസ്കുറുല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിക്കും യുദ്ധസമയത്തുള്ള നമസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത്. അവിടെയും പറയുന്നത് നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ അല്ലാഹുക്ക് ദിക്ർ ചൊല്ലുക. ദിക്ർ എന്ന് പറഞ്ഞാൽ ഖൗലും സീഖൽ ദുആഇൻ ഔ സനായിൻ, പ്രാർത്ഥനക്കോ പ്രകീർത്തനത്തിനോ വേണ്ടിയുള്ള വാക്ക്. പടച്ചവനെ നൽകണേ, അത് പ്രാർത്ഥന. പടച്ചവനെ നീ പരിശുദ്ധനാണ് എന്നുള്ളത് പ്രകീർത്തനം. ഇങ്ങനെ പ്രാർത്ഥനക്കോ പ്രകീർത്തനക്കോ ഖൗലും സീഖൽ ദുആഇൻ ഔ സനായിൻ, ഇതിന് ആ നിലക്കുള്ള വാക്യമാണ് ദിക്ർ എന്ന് പറഞ്ഞാൽ. ആ ദിക്ർ നമസ്കാരത്തിന് ശേഷം നിർവഹിക്കുക. ഫസ്കുറുല്ലാഹ ഖിയാമൻ, നിന്നാണെങ്കിലും ഇരുന്നാണെങ്കിലും ചെരിഞ്ഞാണെങ്കിലും അത് അതിൻ്റെ സന്ദർഭങ്ങളാണ്. യുദ്ധം നടക്കുന്ന സമയത്തുള്ള കാര്യമാണ് ഈ പറയുന്നത്. യുദ്ധം നടക്കുന്ന സമയത്ത് നമസ്കാരം കഴിഞ്ഞാൽ തന്നെ പ്രാർത്ഥിക്കണം, കൂട്ടായി പ്രാർത്ഥിക്കണം. അത് നിന്നിട്ടും ഇരുന്നിട്ടും ചെരിഞ്ഞിട്ടുമൊക്കെ. ചെരിയുന്നതിൻ്റെ ഭാഗമാണ് വലതുഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കൽ. മഹാനായ ഇമാം അർദബീലി തൻ്റെ അൽ അൻവാർ ഫി അമലിൽ അബ്റാർ എന്ന ഗ്രന്ഥങ്ങളിൽ നിൽക്കുന്ന രംഗവും ചെരിഞ്ഞിരിക്കുന്ന രംഗവും അതുപോലെ നടക്കുന്ന രംഗവും എല്ലാ രംഗവും, അപ്പം മറ്റേ യുദ്ധത്തിലാവുമ്പോൾ ചിലപ്പോൾ നടക്കലായിരിക്കും, ഇതെല്ലാം വളരെ വിശദമായി രേഖപ്പെടുത്തിയിരുന്നു. ഇതൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ നമസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥന സംബന്ധിച്ച് ഖുർആൻ ഹദീസ് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു. ഒരിക്കലും ഇവർക്ക് ഈ കൂട്ടപ്രാർത്ഥന പറ്റില്ല. ഇത് സംബന്ധിച്ച് സൂറത്തുൽ മുഅ്മിനൂൻ നാം നോക്കിയാൽ അതിൻ്റെ അവസാനം വളരെ രസകരമാണ്. സത്യവിശ്വാസികൾക്ക് ഇവിടെ വെച്ച് കൂട്ടപ്രാർത്ഥന നടത്തിയ സത്യവിശ്വാസികൾക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കാണുമ്പോൾ അത് നിഷേധിച്ച അസത്യവിശ്വാസികൾ, നവീനവാദികൾ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്ന ഒരു രംഗം ഈ സൂറത്തുൽ മുഅ്മിനൂനിൽ കാണുന്നുണ്ട്. റബ്ബന വലബത്ത് അലൈനാ ശുക്വത്തുനാ വകുന്നാ ഖൗമൻ ളാലീൻ റബ്ബന അഖ്രിജ്നാ മിൻഹാ ഫൈനുദനാ ഫൈനാ ളാലിമൂൻ. പടച്ചവനെ, ഞങ്ങൾ വല്ലാതെ പാപം ചെയ്തു പോയി, ഞങ്ങൾ തെറ്റിപ്പോയി, അതുകൊണ്ട് ഇപ്പോൾ ഈ നരകത്തിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം. ഞങ്ങൾക്ക് ഇങ്ങനൊരു ചാൻസ് നൽകിയാൽ പിന്നെ ഏതായാലും ഞങ്ങൾ നന്നായി പോകും, തെറ്റിലേക്ക് മടങ്ങില്ല. കുറേ കാലം അത് പറയുമ്പോൾ അല്ലാഹു തആല പറയും, മിണ്ടാതിരിക്കേടാ, വലാ തുക്കല്ലിമൂൻ, സംസാരിക്കണ്ട. ഇന്നഹു കാന ഫരീഖും മിൻ ഇബാദി യഖൂലൂൻ റബ്ബനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഅൻത ഖൈറുർ റഹീമീൻ.
പടച്ചവനെ ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങൾക്ക് നീ പൊറുക്കണം, നീ കരുണാവാരിധിയാണ് എന്ന് എൻ്റെ അടിമകളിൽ ഒരു വിഭാഗം അവിടെ വെച്ച് കൂട്ടപ്രാർത്ഥന നടത്തിയപ്പോൾ നിങ്ങൾ അവരെ അവഗണിച്ചു. അത്താ ഹൻസൗക്കും ദിക്രി ഇന്നഹു കാന ഫരീഖും മിൻ ഇബാദി യഖൂലൂൻ റബ്ബനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഅൻത അർഹമുർ റഹീം ഫത്തഖ്തുമൂഹും സുഖരിയ. അവരെ നിങ്ങൾ പരിഹാസപാത്രങ്ങളാക്കി. ഹത്താ അൻസൗക്കും ദിക്രി, അവരെ വിമർശനം എൻ്റെ അനുസ്മരണത്തിൽ നിങ്ങളെ പിന്തിരിപ്പിച്ചു. അതുകൊണ്ട് ഇന്നീ ജസൈതുമുൽ യൗമ ബിമാ സബറു അന്നഹുമുൽ ഫൈസൂൻ. ആ കൂട്ടപ്രാർത്ഥന നടത്തി എന്നോട് പാപമോചനം തേടിയവർക്ക് ഞാനിതാ വിജയം, സ്വർഗം പ്രദാനം ചെയ്തിരിക്കുന്നു, കണ്ടോളൂ. ഇന്നീ ജസൈതുമുൽ യൗമ ബിമാ ഇന്നീ ജസൈതുഹും അൽ യൗമ, ഇന്ന് ഞാൻ അവർക്ക് പ്രതിഫലം നൽകി, ഞാൻ അവരെ വിജയികളാക്കിയിരിക്കുന്നു. അന്നഹുമുൽ ഫൈസൂൻ, അവർ വിജയികളാണ്, അവർ സ്വർഗാവകാശികളാണ്. ഈ കൂട്ടപ്രാർത്ഥന ഇവിടെ വെച്ച് വിമർശിക്കുകയും വടക്കൻ നോക്കിയുടെ സൂചിയാണെന്ന് പറഞ്ഞു റസൂലുള്ള ചെയ്തത് വിമർശിക്കുകയും ചെയ്തവർ, ഈ സത്യവിശ്വാസികൾ അവിടെ അവർ ആ കൂട്ടപ്രാർത്ഥനയുടെ ഫലം അനുഭവിക്കുമ്പോൾ ഇവരും കൂട്ടപ്രാർത്ഥന നടത്തുന്നു. അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, പോയടാ മക്കളെ, പോയി, നിങ്ങൾക്ക് രക്ഷയില്ല. ഇത് സൂറത്തുൽ മുഅ്മിനൂൻ പരിശോധിച്ചാൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. സഹോദരന്മാരെ, ഏത് വിഷയങ്ങളെടുത്താലും, സുന്നത്ത് ജമാഅത്തും ബിദഈകളും തമ്മിലുള്ള ഏത് വിഷയങ്ങളെടുത്താലും ഇതാണ് അവസ്ഥ. പക്ഷെ നാം ആ സംഗതി മനസ്സിലാക്കിക്കൊണ്ടിരിക്കണമെന്ന് മാത്രം. ഏത് വിഷയങ്ങളെടുത്താലും സുന്നത്ത് ജമാഅത്ത് സത്യത്തിൻ്റെ പാതയിലായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇന്ന് നീട്ടി പറയുന്നില്ല. ഇവിടെ ബഹുമാനപ്പെട്ട ഇമാം ഫൈസി അവർ മൂപ്പര് പലപ്പോഴും പ്രസംഗിക്കാതെ തടി രക്ഷപ്പെടുത്തല. അത് പറ്റൂല, ഒന്ന് പ്രസംഗിച്ചേ പറ്റൂ എന്ന് ഇവിടെ ആളെവിടെ എന്ന് നമ്മളെ മുമ്പ് ഭയങ്കര പ്രസംഗമായിരുന്നു, ഭയങ്കര പ്രസംഗം. പിന്നെ മൂപ്പര് മജുമ അത് ഇതെന്നെല്ലാം കൂടി പറഞ്ഞാണ്ട് പ്രസംഗിക്കൂല. അതുകൊണ്ട് മൂപ്പരെ കൊണ്ടൊന്ന് പ്രസംഗിപ്പിക്കണമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ തീരുമാനിച്ചു. മൂപ്പര് അദ്ദേഹം ഇവിടെ റെഡിയാണ്. ഞാൻ നീട്ടി പറഞ്ഞാൽ മൂപ്പര് മറിവോടുകൂടെ രക്ഷപ്പെട്ടേക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹു തആല സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ദീർഘകാലം പ്രവർത്തിക്കാനും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ ദീർഘകാലം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. തൻ്റെ പ്രായം വകവെക്കാതെ